പുരുഷന്മാരിൽ വന്ധ്യത പല റീസൺസ് കൊണ്ട് വരാറുണ്ട്. ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നതാവാം, മുണ്ടിനീര്, അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നതായിരിക്കാം. ചിലർക്ക് എന്തെങ്കിലും ജനിതകമായ റീസൺസ് കൊണ്ട് വരാം. ടെസ്റ്റിസ്, അതായത് വൃഷ്ണത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഡക്റ്റിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക്. ചിലർക്ക് ഇപ്പോൾ ഹെർണിയയുടെ സർജറി അല്ലെങ്കിൽ ഒരു ഹൈഡ്രോസിൻ്റെ സർജറി, അതായത് വൃഷ്ണത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവർക്ക്, ലോങ് ടേം മെഡിസിൻസ് എടുക്കുന്നവർ, ജിമ്മിലൊക്കെ പോകുന്ന പലരും ചിലപ്പോൾ സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്റ്റിറോയിഡ് മെഡിസിൻസ് എടുക്കുന്നവർ, പിന്നെ ചിലർ ക്യാൻസറിൻ്റെ മെഡിസിൻ എടുക്കുന്നവർ, ചിലർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കാം, അതായത് ഇറക്ഷൻ്റെ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് വന്ധ്യത വരാറുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ശില്പ ഗോവിന്ദ്, കിൻഡർ വുമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, ചേർത്തലയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടന്റ് ആണ്. വന്ധ്യതയെന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പ്രശ്നം കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ വന്ധ്യതയുടെ ട്രീറ്റ്മെന്റ് വരുന്ന പലർക്കും, ഏകദേശം ഒരു 20% പേർക്കും ഒരു മെയിൽ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഈ ഒരു മെയിൽ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളായിട്ട് ഒരു ബീജ പരിശോധനയിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ബീജം പരിശോധിക്കുമ്പോൾ അതിൽ പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ കൗണ്ട് നോക്കാം, അതുപോലെ മോർഫോളജി, മോട്ടിലിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽ ചിലർക്ക് കൗണ്ട് കുറവായിരിക്കാം, ചിലർക്ക് മോട്ടിലിറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടാവാം, ചിലർക്ക് മോർഫോളജിയിൽ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പം ബീജ പരിശോധനയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയല്ല, ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 days പ്രോപ്പർ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ സെമൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അതിൽ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെമൻ അബ്നോർമാലിറ്റി കാണുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഒരു ഫർദർ ഇവാലുവേഷനായിട്ട് നമ്മൾ ഹോർമോൺ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പുരുഷൻ്റെ എക്സാമിനേഷൻ, മെയിൽ എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. അപ്പം ചിലർക്ക് നമ്മൾ സ്കാനിങ്ങും ചെയ്യാറുണ്ട്. അപ്പം ഈ ഫർദർ ഇവാലുവേഷൻ വഴി നമ്മൾ അതിനുശേഷമാണ് ഫർദർ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. പുരുഷന്മാരിൽ വന്ധ്യത പല റീസൺസ് കൊണ്ട് വരാറുണ്ട്. അപ്പം ചിലപ്പോൾ ഒരു ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നതാവാം, ലൈക്ക് മുണ്ടിനീര്, അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നതായിരിക്കാം. അതുപോലെ ചിലർക്ക് എന്തെങ്കിലും ജനിതകമായ റീസൺസ് കൊണ്ട് വരാം. പല ജനറ്റിക് കോസസ്, അതായത് ഇപ്പോൾ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, കോൾമൻ സിൻഡ്രോം, അങ്ങനെ പല ജനറ്റിക് ഡിസീസസ് കാരണം ഇങ്ങനൊരു സെമനിലൊരു അബ്നോർമാലിറ്റി വരാറുണ്ട്. അതുപോലെ ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഹെർണിയയുടെ സർജറി അല്ലെങ്കിൽ ഒരു ഹൈഡ്രോസിൻ്റെ സർജറി, അതായത് വൃഷ്ണത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവർക്ക്, അതുപോലെ ചിലർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കാം, അതായത് ഇറക്ഷൻ്റെ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് വന്ധ്യത വരാറുണ്ട്. ടെസ്റ്റിസ്, അതായത് വൃഷ്ണത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഡക്റ്റിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക്, അങ്ങനത്തെ റീസൺസ് കൊണ്ടും സെമനിൽ അബ്നോർമാലിറ്റീസ് വരാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന മെഡിസിൻസ്. ഇപ്പോൾ ലോങ് ടേം മെഡിസിൻസ് എടുക്കുന്നവർ, സ്റ്റിറോയിഡ് മെഡിസിൻസ് ഒക്കെ, ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന പലരും ചിലപ്പോൾ സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്റ്റിറോയിഡ് മെഡിസിൻസ് എടുക്കുന്നവർ, അങ്ങനെ പിന്നെ ചിലർ ക്യാൻസറിൻ്റെ മെഡിസിൻ എടുക്കുന്നവർ, അങ്ങനെ പല റീസൺസ് കൊണ്ട് സെമൻ്റെ കൗണ്ടിൽ അബ്നോർമാലിറ്റി വരാം. അപ്പോൾ കറക്റ്റ് റീസൺ, എല്ലാ റീസൺസും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെയും നമുക്ക് ഫർദർ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഇവാലുവേഷൻ, ഒരു ഫർദർ ഇവാലുവേഷൻ നല്ലതാണ്. അപ്പോൾ യൂഷ്വലി ചിലർക്ക് ഈ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് ഹോർമോണിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹോർമോൺ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് ആ കൗണ്ട് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ മെയിൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും ചിലർക്ക്, അല്ലെങ്കിൽ ഒരു സ്കാനിങ് ചെയ്യുമ്പോൾ പലർക്കും കാണുന്ന ഒരു ഫൈൻഡിങ് ആണ് ഒരു വെരിക്കോസിൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് മോസ്റ്റ്ലി ഒരു 40, അതായത് മെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ബീജത്തിൽ പ്രശ്നങ്ങളുള്ള ഒരു സ്കാൻ ചെയ്യുമ്പോൾ ഒരു 40% പേർക്കെങ്കിലും മോസ്റ്റ്ലി ഒരു വെരിക്കോസിൽ ചിലപ്പോൾ കണ്ടെന്നിരിക്കാം. പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഒരു സ്കാനിങ്ങിൽ ഒരു വെരിക്കോസിൽ കണ്ടെന്ന് വെച്ച് അത് സർജറിയുടെ ആവശ്യമുണ്ടോ? പക്ഷെ അങ്ങനെയല്ല. ഇപ്പം വെരിക്കോസിലിൻ്റെ സർജറി എല്ലാവർക്കും ആവശ്യമില്ല. ഇപ്പം വെരിക്കോസിൽ നമ്മളൊരു 3 ഗ്രേഡായിട്ടാണ് പറയുന്നത്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഇപ്പം ഈ ഗ്രേഡ് 3 വെരിക്കോസിലിന് മാത്രമേ നമ്മൾ സർജറി ചെയ്യാറുള്ളൂ. അതും പക്ഷേ സർജറിക്ക് മുന്നേ വി ഹാവ് ടു എന്താ പറയുക, ഒരു സ്ത്രീയുടെ ഭാഗം, അതായത് ഫീമെയിൽ ഫാക്ടർ ഒന്നും ഇല്ലാതെ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു വെരിക്കോസിലിൻ്റെ സർജറിക്ക് പ്ലാൻ ചെയ്യാറുള്ളൂ. അതുമാത്രമല്ല, ഇപ്പം
ഈ ബീജത്തിന്റെ അളവ് വളരെ കുറവാണെങ്കിലും നമ്മളൊരു വെരിക്കോസിന്റെ സർജറി ചെയ്താൽ അങ്ങനെയുള്ളവരിൽ ഇത് ചിലപ്പോൾ ബെനിഫിറ്റ് ചെയ്യില്ല. അപ്പോൾ ഗ്രേഡ് 3 ഉള്ളവരിൽ ബാക്കി എല്ലാ ഫാക്ടേഴ്സും നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ വെരിക്കോസിന്റെ സർജറി അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഇനി ഫർദർ ഒരു ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം കൗണ്ട് കുറവ് തന്നെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നോർമൽ ഒരു സ്പേം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു 16 million per ml ആണ് നോർമൽ സ്പേം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കുറവുള്ളവർക്ക് നമുക്ക് IUI ഓഫർ ചെയ്യാവുന്നതാണ്. അതായത് IUI അഥവാ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹസ്ബൻഡിന്റെ ബീജം എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ട് വൈഫിന് ഓവുലേഷൻ ആവുന്ന സമയം ഈ സ്പേം യൂട്രസിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇനി പക്ഷേ ഇപ്പൊ സ്പേമിന്റെ കൗണ്ട് വളരെ കുറവാണ്, അല്ലെങ്കിൽ സെമനിൽ സ്പേം കൗണ്ട് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ IUI അങ്ങനെയുള്ളവരെ ചിലപ്പോൾ ബെനിഫിറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ IVF ഫിക്സി ആയിരിക്കും കുറച്ചുകൂടെ ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. ചിലർക്ക് നമ്മളിപ്പം ബീജപരിശോധന നടത്തുമ്പോൾ സെമനിൽ അണുക്കളുടെ അളവ് തീരെ ഇല്ലായിരിക്കും. അതിനെയാണ് നമ്മൾ അസൂസ്പെർമിയ എന്ന് പറയുന്നത്. ഈ അസൂസ്പെർമിയയുടെ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മളിത് അസൂസ്പെർമിയ എന്ത് രീതിയിലുള്ള അസൂസ്പെർമിയ എന്ന് കണ്ടുപിടിക്കണം. അതായത് അസൂസ്പെർമിയ 2 തരത്തിലാണുള്ളത്. ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ. ഇവിടെ എന്താന്ന് വെച്ചാൽ വൃഷ്ണത്തിൽ ബീജോത്പാദനം ഉണ്ട്, പക്ഷേ ഇത് പുറത്തേക്ക് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം, അതിനാണ് ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ. ഇവിടെ വൃഷ്ണത്തിൽ ബീജോത്പാദനം തീരെയില്ല. അപ്പം ഞാൻ ഈ മുന്നേ പറഞ്ഞ ഈ ഹോർമോൺ ടെസ്റ്റ് വഴി അല്ലെങ്കിൽ മെയിൽ എക്സാമിനേഷൻ വഴി സ്കാനിങ് വഴി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ ആണോ നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വൃഷ്ണത്തിൽ ബീജോത്പാദനം ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരുന്ന വഴിയിലാണ് തടസ്സം. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ബീജോത്പാദനം നടക്കുന്നിടത്ത്, അതായത് വൃഷ്ണത്തിൽ നിന്ന് നമുക്ക് ബീജം കുത്തിയെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ കിട്ടുന്ന ബീജം നമുക്ക് IVF ഫിക്സിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ ആണെന്ന് വെച്ചോ, ഇതിൽ നമുക്ക് ബീജോത്പാദനം തീരെ ഇല്ല. അങ്ങനെയുള്ളവരിൽ നമ്മൾ ബീജം കുത്തിയെടുത്താലും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും നമ്മൾ കുറച്ചുകൂടെ ഇൻവേസീവ് ആയിട്ടുള്ള മൈക്രോടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ വഴി നമുക്ക് ബീജം കിട്ടുമെന്ന് നോക്കാവുന്നതാണ്. അങ്ങനെ ബീജം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഇക്സിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ബീജം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഡോണർ സ്പേം സ്വീകരിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നോർമലായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പോൾ ബീജത്തിൽ കൗണ്ടിന് പ്രശ്നം അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ പ്രശ്നമുള്ളവർക്ക് ഉള്ള യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇത് കൂടാണ്ട് ഇതാണ് നോർമൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എങ്കിലും ഇത് കൂടാണ്ട് നമ്മൾ ജനറലായിട്ട് ഇപ്പം പലർക്കുള്ള സംശയമാണ്, ഇപ്പോൾ കൗണ്ട് കുറവുള്ളവർക്ക് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഇഷ്യൂസ് ഉള്ളവർക്ക് ഫുഡിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ജനറലായിട്ട് ഒരു ഹെൽത്തി ന്യൂട്രീഷ്യസ് ഡയറ്റ് എടുക്കണം. അതിൽ കഴിയുന്നതും ഫ്രൈഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കുറയ്ക്കാൻ നോക്കുക. റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൺ, പോർക്ക് അങ്ങനത്തെ ഫുഡ് കുറയ്ക്കുക. പിന്നെ മോർ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലക്കറികളും അങ്ങനത്തെ ഫുഡ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചെറിയ മീൻ, ചാള, മത്തി, അയല അങ്ങനത്തെ ചെറിയ മീൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഇതൊക്കെയാണ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡയറ്റിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു എക്സസൈസ്, അറ്റ്ലീസ്റ്റ് ഒരു 1/2 hour to 40 minutes ഒരു വാക്ക്, എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ എക്സസൈസും ഡയറ്റും കൂടാതെ തന്നെ പ്രോപ്പർ ഒരു 8 hours സ്ലീപ്പ് എൻഷുർ ചെയ്യുക. അതുപോലെ മൊബൈലിൻ്റെ യൂസ് കുറയ്ക്കുക. അതുപോലെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഉള്ളവരാണെങ്കിൽ അതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ കൗണ്ടിൽ ഒരു വ്യത്യാസം വന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ക്വാളിറ്റി ഓഫ് ദ സ്പേം, മോട്ടിലിറ്റി, മോർഫോളജി അങ്ങനെ അതിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇതോടൊപ്പം തന്നെ കുറച്ച് ആൻറ്റി ഓക്സിഡൻസും യൂഷ്വലി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് ക്വാളിറ്റി ഓഫ് ദ സ്പേം ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. സെമൻ അനാലിസിസ് നമ്മൾ ബീജപരിശോധന ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്ന കുറച്ച് കാര്യമാണ് സെമനിൽ കൗണ്ട് നോർമൽ ഒരു കൗണ്ട് എന്ന് പറയുന്നത് ഒരു 16 million per ml ആണ് അതിൻ്റെ നോർമൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് മോട്ടിലിറ്റിയും മോർഫോളജിയും. ഇപ്പോൾ മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ചലനശേഷി. ഇപ്പോൾ നോർമൽ ഒരു 42% ആണ് ടോട്ടൽ മോട്ടിലിറ്റി വേണ്ടുന്നത്. അറ്റ് ദി സെയിം ടൈം ഇതിൽ തന്നെ നമ്മൾ പ്രോഗ്രസീവ് മോട്ടിലിറ്റി, അതായത് സ്പീഡിൽ പോകുന്ന അണുക്കളുടെ അളവ് പറയും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മോട്ടിലിറ്റിയിൽ നോക്കുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത പറയുന്ന ഒരു കാര്യം മോർഫോളജിയാണ്.
മോർഫോളജി പറയുമ്പോൾ എല്ലാ സ്പെർമിനും ഒരു ഹെഡ് ഉണ്ട്, നെക്കുണ്ട്, ടെയിലുണ്ട്. അപ്പം എല്ലാം നല്ലതായിട്ടുള്ള ഒരു 4% എങ്കിലും വേണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിൽ കുറവാണെങ്കിലും നമ്മൾ മോർഫോളജി അല്ലെങ്കിൽ ടെറട്ടോസൂസ്പെർമിയ എന്ന് പറയും. പല റീസൺസ് കൊണ്ട് നമുക്ക് കൗണ്ട് കുറവ് അല്ലെങ്കിൽ സെമൻ അബ്നോർമാലിറ്റീസ് വരാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു ഇവാലുവേഷൻ വരുന്നവരിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കും. മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ രണ്ടുപേരുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുക്കും. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഈ കൗണ്ട് കുറവാകാനുള്ള ഒരു റീസൺ ചിലപ്പോൾ ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ബാക്കി സെമൻ അനാലിസിസ് വഴി അല്ലെങ്കിൽ ബീജപരിശോധന വഴി നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. കുട്ടികളില്ലാതെ ദമ്പതികൾ ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ പലപ്പോഴും നമ്മളൊരു ഇവാലുവേഷൻ വഴി പുരുഷനാണ് ഒരു പ്രശ്നമുള്ളത് എന്ന് പറയുമ്പോൾ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറയുമ്പോൾ പലർക്കും ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും മടിയാണ്. അപ്പോൾ ഒരു കുറേ നാൾ അവരങ്ങനെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാണ്ട് കുറേ നാൾ കഴിഞ്ഞ് ഒരു 40 years ഒക്കെ കഴിയുമ്പോഴായിരിക്കും അവർ തിരിച്ചു വരുന്ന ട്രീറ്റ്മെൻ്റ് ആയിട്ട്. പക്ഷേ ഈ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഒരു പ്രശ്നം കൂടെ അവിടെ വരും. അതായത് സ്ത്രീകളുടെ അണ്ടങ്ങളുടെ എണ്ണം പിന്നെ തീരെ കുറഞ്ഞു പോകും. 40 വയസ്സിന് ശേഷം വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഈ ഒരു സ്ത്രീയുടെ ഫാക്ടറും കൂടെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും പിന്നെ മാറും. അപ്പം കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു മെയിൽ ഫാക്ടർ ആണെന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട്സ് ആണ് യൂഷ്വലി മെയിൽ ഫാക്ടറിനുള്ളത്. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.